പീച്ചിയിൽ രേഖകളില്ലാത്ത 62,50,000 രൂപ എക്സൈസ് പിടികൂടി. കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന സ്ലീപ്പർ ബസ്സിലെ യാത്രികനായ കർണാടക സ്വദേശിയിൽ നിന്നാണ് പണം പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക സ്വദേശിയെ ചോദ്യം ചെയ്തു. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേരുന്നു. നടരാജ്, ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണെന്ന് വല്ല സൂചനയുമുണ്ടോ? അജിത്, ഇത് കർണാടകത്തിൽ തന്റെ ഒരു പ്രോപ്പർട്ടി, തന്റെ ഒരു സ്വത്ത് വിറ്റതിന്റെ പണമാണെന്നും അത് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ഇയാൾ എക്സൈസിനോട് പറഞ്ഞിട്ടുള്ളത്. എക്സൈസ് എൻഫോഴ്സ്മെന്റൊക്കെയാണ് ഇത് പിടികൂടിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ബീച്ചിൽ വെച്ചാണ് സംഭവം. ബസ്സിലായിരുന്നു ഇയാൾ പണം കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇത്തരത്തിൽ സ്വത്ത് വിറ്റതിന്റെ രേഖകളൊന്നും ഇയാളുടെ കൈവശമില്ല. ഇയാൾ ആർക്കാണ് ഇത് കൈമാറ്റം നടത്തേണ്ടത് എന്ന കാര്യത്തിലും കൃത്യമായ ഉത്തരം ഇയാൾ നൽകുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾ കർണാടക ബസ്സിൽ പോകുമ്പോഴാണ് രഹസ്യവിവരത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. എന്തായാലും രേഖകളില്ലാത്ത പണമായതിനാൽ പണം ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീമിന് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ പണം കിട്ടിയത്. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സമയമായതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും തന്നെ പണം കൈമാറ്റം ചെയ്യാൻ കേൾപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടി വരും. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്.